ഫോണാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ പാട്ടുകൾ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫോൺ മിക്സും ഉണ്ട്, ഫോൺ ഒരു ചെറിയൊരു ഫോൺ സ്പീക്കറും അവിടെ ഉണ്ട്. എങ്ങനെ ഫോണിൽ എങ്ങനെ സൗണ്ട് ചെയ്യുന്നു, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. 90% ഓഫ് ദ പീപ്പിൾ വാച്ച് ഓർ ലിസൺ ടു ദ സോങ് ഇൻ ദ ഫോൺ. അവിടെ വർക്ക്ഔട്ട് ആവണമല്ലോ. സിനിമകളും അങ്ങനെയല്ലേ. ഇപ്പൊ ഞാനതാ നമ്മുടെ മിക്സഞ്ചേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എല്ലാവരും തിയേറ്ററിൽ മിക്സ് ചെയ്യാനാണ് സമയം എടുക്കുന്നത്. പക്ഷെ തിയേറ്റർ മിക്സ് ചെയ്യുന്ന പടം 2-3 ആഴ്ചയേ ഉള്ളൂ. പിന്നെ ഇറ്റേണിറ്റിക്ക് സ്റ്റീരിയോയിലാണ് ഇരിക്കേണ്ടത്. സോ സ്റ്റീരിയോ മിക്സസ് ഹാസ് ടു ബി കറക്റ്റ്. വി പേ അറ്റൻഷൻ വെരി വെരി മച്ച്. സി ചില പാട്ടുകൾ ഇപ്പോൾ ഒരു സ്റ്റാർ പാടുന്നതുകൊണ്ട് ഇപ്പോൾ റീച്ച് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് മ്യൂസിക്കലി ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഒരിക്കലും നമ്മൾ ആ റിസ്ക് ആ ഓപ്ഷൻ പോകില്ലല്ലോ. രാജു പാടിയിട്ടില്ലല്ലോ. അയ്യപ്പൻ ഘോഷ് അത് ഒരു പ്യോർ പ്രൊമോഷണൽ ഫൺ മെറ്റീരിയൽ. ആൻഡ് രാജു ഇസ് എ ഗുഡ് സിംഗർ. ഇന്ദ്രേട്ടൻ ഓൾസോ എന്റെ ഫസ്റ്റ് പടത്തിൽ ഇന്ദ്രേട്ടൻ ഒരു നല്ല മെലഡി പാടിയിട്ടുണ്ട്. ഇന്ദ്രേട്ടനും ഗ്രേറ്റ് സിംഗറാണ്. സൗണ്ട് ഡിസൈനിങ്ങിന്റെ ഈ കാര്യം പറഞ്ഞ ഈ ഒരു കമ്പോസർ, സൗണ്ട് ഡിസൈനർ, എഡിറ്റർ, ഇവരുടെ ഒരു ഈ കൊളാബറേഷൻ അതൊന്ന് മീൻസ് ഫോർ ദ റീഡേഴ്സ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ദിസ് മൈന്യൂട്ട് ഓൾട്ടറേഷൻ സംടൈംസ് ഹാപ്പൻ. ഫസ്റ്റ് കമ്പോസർ ഓഫ് ദ ഫിലിം ഞാൻ എപ്പോഴും പറയുന്നത് എഡിറ്ററാണ്. ഫസ്റ്റ് വിഷൻ ചെയ്യുന്ന ഡയറക്ടർ, അത് കഴിഞ്ഞിട്ട് ഈ താളം എന്ന് പറയുന്നത് എഡിറ്ററുടെ കയ്യിലാണ്. ലൈക്ക് മ്യൂസിക്കൽ ഫ്ലോ ഡിസൈൻ ചെയ്യുന്നത്. അത് ശ്രീജിത്തുമായിട്ട് എനിക്ക് ആ ഒരു ഭയങ്കര സിങ്ക് ഉള്ളത്. കാരണം അവൻ എനിക്ക് ക്ലിക്ക് ചോദിക്കും, അല്ലെ കാരണം ആ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടെമ്പോ കിട്ടിയില്ലെങ്കിൽ മ്യൂസിക്കിൽ അത് റിഫ്ലക്റ്റ് ആകും. കാരണം ഒരു സീൻ വന്ന് നമ്മൾ സ്കോർ ചെയ്ത് പോയി പെട്ടെന്ന് അടുത്ത കട്ടിലോട്ടൊരു സ്റ്റിങ്ങർ വന്നു, അവിടുന്ന് ഒരു ഫാസ്റ്റ് കട്ടാണ്, ലൈക്ക് ഒരു പേസിങ് ഉണ്ടെങ്കിൽ മ്യൂസിക് ചെയ്യാനും എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലായിരിക്കണം സൗണ്ട് ഡിസൈനറും മ്യൂസീഷ്യനും വാങ്ങിക്കുന്നത്. കാരണം ഫൈറ്റിൻ്റെ സമയത്ത് നമ്മളും ഫൈറ്റ് ഒന്നാമത് കുറേ ലോ ഫ്രീക്വൻസീസും ഹിറ്റ്സും ടച്ചൊക്കെ കാണും. അതിനോട് നമ്മളും കുറേ ഇട്ട് പാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടെ ബഹളമാകും. അപ്പോൾ അതിലൊരു കോർഡിനേഷൻ വേണം. അങ്ങനെ ഡിസൈൻ ചെയ്ത് ചിലപ്പം പറയും മച്ചാ ഞാനിത് ഡിസൈൻ ചെയ്ത് തരാം. ഐഡിയലി സൗണ്ട് ഡിസൈൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സ്കോർ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ എവിടെ എന്ത് ചെയ്യണം, കുറച്ച് സൈലൻസ് വിട്ടാലും കുഴപ്പമില്ല എന്നുള്ളത്. അല്ല ചിലപ്പം ഡയറക്ടർ തന്നെ കേൾപ്പിക്കുമ്പം ഭയങ്കര സൈലൻസ് ആയിട്ട്, പക്ഷെ അവിടെ ചെറിയ ആംബിയൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ പ്രശ്നമില്ലായിരിക്കും. അപ്പം ഈ 3 പോസ്റ്റിൽ നടക്കുന്ന 3 പേരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫിനെസ്റ്റ് ഓക്കെ പാസബിൾ കുഴപ്പമില്ലാതെ ചെയ്യാൻ ആരും ഒരാൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു, ഒരാൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു, സിങ്ക് ഇല്ലാതെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഈ സിങ്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ ചില ഒരു സിനിമാറ്റിക് മൊമെന്റ്സ് നമുക്ക് കിട്ടും. എഡിറ്റർ പറയാം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ബ്ലെൻഡഡ് ആയിരിക്കും സംഭവം. അതേസമയം ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടന്റ് ദാറ്റ് ഓൾ ദീസ് തിയേറ്റേഴ്സ് ദാറ്റ് ആർ സ്ക്രീനിങ് യുവർ മൂവീസ് ആ കറക്റ്റ് സൗണ്ട്. ഇപ്പം നോളാൻ്റെ ഒരു ക്രിറ്റിസിസം പറയുന്നുണ്ട് എപ്പോഴും ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇറ്റ്സ് വെരി ഓവർവെൽമിങ് ഡയലോഗ്സ് വരുന്നില്ല. അത് പലപ്പോഴും തിയേറ്റേഴ്സിന്റെ പ്രശ്നങ്ങളായിട്ട്. ഞാൻ ഈയിടെ ഒരു സിനിമ നമ്മുടെ ഒരു സിനിമ കാണാൻ പോയിട്ട്, ഞാൻ തിയേറ്റർ പറയുന്നില്ല, ഞാൻ കുറേ മ്യൂസിക് നോർമലി നമ്മൾ ലീഡ് ഇൻസ്ട്രുമെന്റ്സ് പാൻ ചെയ്യില്ല. ലീഡ് ഇൻസ്ട്രുമെന്റ് ഇപ്പം ഒരു സീനിൽ ഫ്ലൂട്ട് ആയിരിക്കും അല്ലെങ്കിൽ വോയിസ് ആയിരിക്കും, അതെപ്പോഴും സ്റ്റേജിൽ തന്നെ വെക്കും. കാരണം പാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പീക്കേഴ്സ് വർക്ക് ചെയ്തില്ല ഇപ്പോൾ പണിയാവും, ഒന്നും കേൾക്കില്ല. ഇത് ഏതോ ഒരു സീനിൽ എന്തോ സോങ്ങിൻ്റെ സമയത്ത് എന്തോ കുറേ സാധനങ്ങൾ സറൗണ്ടിലുണ്ടായിരുന്നു, ലെഫ്റ്റ് മൊത്തം ഇല്ല, ലെഫ്റ്റ് സ്പീക്കേഴ്സേ വർക്ക് ചെയ്യുന്നില്ല, സെൻറ്റർ. അപ്പോൾ ലെഫ്റ്റ് അവിടുത്തെ ട്യൂറ്റർ എന്ന് പറയുന്ന ഹൈ ഫ്രീക്വൻസി സ്പീക്കേഴ്സാണ്, അതുമില്ല. ഞാൻ അവിടെ വേർക്കായിരുന്നു. ഇതാണ് ആൾക്കാർ കാണുന്നത്. ഇത് ഒരു തിയേറ്ററിൽ ഒരു മെയിൻ ഇമോഷണൽ ബിറ്റ് വരുന്നു, വയലിൻ ഭയങ്കരമായിട്ട് കളിക്കും, ഒന്നും കേൾക്കാനില്ല, എം ടി സൈലൻസ്, ബിക്കോസ് വയലൻസ് ഹാവ് ബീൻ പാൻഡ് ഹിയർ. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര സ്പീക്കേഴ്സ് ഉണ്ടാവും. ഇത് ആരോട് പറയാനാണ് ഈ കാര്യങ്ങൾ? അതാ പിന്നെ അതൊക്കെ മതി, ഇങ്ങനെ ഇവിടെ പടം ഹിറ്റ് ആവുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ എന്ത് വാദിക്കും? അതാ നമ്മുടെ സൗണ്ട് ഡിസൈൻ കമ്മ്യൂണിറ്റിയൊക്കെ അത് ഫൈറ്റ് ചെയ്യുന്ന ഇന്ന വോളിയത്തിൽ വെക്കണം. ചില പടങ്ങൾ ഇപ്പം ഒരു മിനിമൽ വോളിയത്തിൽ വെച്ചാൽ ആ പഞ്ച് കിട്ടണമെന്നില്ല, ചിലപ്പം ഒരു 5.5, 6 വെച്ചാൽ യു വിൽ എക്സ്പീരിയൻസ് ദാറ്റ്. അപ്പോൾ അത് പറയുമ്പോൾ അവർക്ക് പേടി, സ്പീക്കർ പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു അക്രഡിഷൻ, ഒരു കോമൺ സ്റ്റാൻഡേർഡ് വരണം. ഹൈ ടൈമാണ്. ലൈക്ക് ദർ ഷുഡ് ബി എ ഫണ്ടഡ് സൊസൈറ്റി ഓർ സംതിങ് ടു ഗോ ആൻഡ് ചെക്ക്. ഒരു വീക്ക്ലി ചെക്കോ മന്ത്ലി ചെക്കോ അറ്റ്ലീസ്റ്റ് സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പണ്ട് ഹോളിവുഡിലൊക്കെ അങ്ങനെ ആണല്ലേ? ഓരോ സൗണ്ടിന്റെയും പ്രശ്നം ഞാൻ അതെന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഇത്ര എഫേർട്ട് യു ഗൈസ് ഷുഡ്. ഒരു സിനിമ ഉണ്ടാക്കുന്നതിന്റെ എഫേർട്ട് ഉണ്ടല്ലോ, ലൈക്ക് ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര എഫേർട്ടാണ്. പോസ്റ്റിൽ അതിനേക്കാളും വലിയ എഫേർട്ടാണ്. ഈ ഡേ ആൻഡ് നൈറ്റാണ് നമ്മൾ ഇരിക്കുന്നത് ഒരു സാധനം ശരിയാവാൻ വേണ്ടി.
അതായത് തിയേറ്റർ വരുമ്പോൾ അത് ഭയങ്കര ലാഘവത്തോടെ എടുത്താൽ അത് ശരിയല്ലോ. അത് തിയേറ്റർ ഓണേഴ്സ് പറയുന്നതുകൊണ്ട് നമുക്ക് എല്ലാം വിജയിക്കുന്നില്ല എന്ന്. പക്ഷേ അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് മെയിൻറ്റെയിൻ ദി സ്പീക്കേഴ്സ്, കാലിബ്രേറ്റ് ദം പ്രോപ്പർലി. ആൾക്കാർ തിയേറ്ററിൽ വരുമ്പം ഒരു കമ്പോസർ ഉദ്ദേശിച്ച രീതിയിലെങ്കിലും സംഭവം കേൾക്കണ്ടേ, മിനിമം. സ്പീക്കേഴ്സ് ഇല്ല. അത് ഈ റസൂൽ മൂവിന് വന്ന സമയത്ത് ഇവിടുത്തെ കേരളത്തിലെ തിയേറ്റേഴ്സ് ഹീസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് മോസ്റ്റ് ഓഫ് ദ തിയേറ്റേഴ്സ് ഹിയർ. ഇവൻ തിരുവനന്തപുരത്തിലാണ് ഏതോ ഫ്യൂ തിയേറ്റേഴ്സ് ഹു ടേക്ക് ദ എഫേർട്ട്. അത് തിയേറ്റർ ഓണേഴ്സ് തന്നെ നമ്മളെ വിളിക്കും, എത്രയിൽ ഇടണം, നല്ല പഞ്ചുണ്ട്. ഭയങ്കര ഫീഡ്ബാക്ക് ആയിരുന്നവരുണ്ട്. ഇപ്പോൾ പാലായിൽ നമ്മളൊരു തിയേറ്റർ ഉണ്ട്, പുത്തേറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ തുടങ്ങി. അവിടുത്തെ റോയ് ചേട്ടൻ എന്നെ എപ്പോഴും വിളിക്കും. റോയ് ചേട്ടൻ വിളിച്ചിട്ട് പറയും, ഇത് നല്ല പഞ്ചായിരുന്നു കേട്ടോ, ഇവിടുത്തെ സീൻ നല്ലതായിരുന്നു, ഞങ്ങൾ എത്രയിൽ വെക്കണം. ലൈക്ക് ഹി ദ ഡിസ്കഷൻ, ഹി ടോക്സ് ടു ദ മിക്സ് എഞ്ചിനീയേഴ്സ്. അപ്പം അങ്ങനെ ഒരു അതും ഒരു അവരും എൻഷുർ ചെയ്യണ്ടേ, ഒരു അവരുടെ കസ്റ്റമേഴ്സാണ് ഓഡിയൻസ്, അവർക്കൊരു ഹോൾസം എക്സ്പീരിയൻസ് അവർ എൻഷുർ ചെയ്യണ്ടേ. ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, ബട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ല, ഞാനിത് രാധാകൃഷ്ണൻ സാർ നമ്മുടെ എഞ്ചിനീയറോട് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഹീസ് ഇൻ ടച്ച്. പക്ഷെ എന്താ പറയുക, നമ്മളിങ്ങനെ ഈ വൺ ആഫ്റ്റർ അതിലോട്ട് പോകുമ്പോഴേ ഉറം കഴിയുമ്പോൾ ഇതിനൊരു പക്ഷേ ഇറ്റ്സ് നീഡഡ്. 100% അത് വേണം. പിന്നെ നമുക്ക് ഫോഴ്സ്ഡായിട്ട് അവരോട് പറയാൻ പറ്റില്ല, ഇതൊക്കെ ഫിനാൻഷ്യലി കുറച്ച് സാമ്പത്തികം വേണമായിരിക്കും ഇത് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത് ഓൺ ആവുന്നുണ്ടോന്നെങ്കിലും നോക്കണം. സ്പീക്കർ അവിടെ ഉണ്ട്, വർക്ക് ആവുന്നുണ്ടോന്നെങ്കിലേ. ഇവിടെയുള്ള കമ്പോസറിലെ ഈ കമ്പോസേഴ്സ് ഐ തിങ്ക് യു ആർ വൺ ഓഫ് ദ ഫ്യൂ പീപ്പിൾ ഹു വാസ് ഇൻടു സിന്ത് വേവ് ആൻഡ് ഓതേഴ്സ്. ഇല്ല, ലോട്ട് ഓഫ് എല്ലാവരും ഉണ്ട്. Can you tell us about your, സിന്ത് വേവ്? എനിക്ക് നൈറ്റ് റൈഡർ എന്ന് പറഞ്ഞ സിനിമയാണ് അത്. അതിൽ ഫുൾ 80s 90s സിനിമകളില്ലേ, അന്നത്തെ ബാക്ക് ടു ദ ഫ്യൂച്ചർ, അന്നത്തെ വാഞ്ചലിസിന്റെ കുറെ സൗണ്ട് ആ സിന്ത് ഇൻഫ്ലുവൻസ്, സിന്തിനോടുള്ളൊരു ഇഷ്ടം പണ്ട് തൊട്ടേ ഉണ്ട്. ജസ്റ്റ് ദ സൗണ്ട് ഓഫ് മൂഗ്. അപ്പം സിന്ത് വേവ് എനിക്ക് എപ്പോഴും ഒരു 80s നോസ്റ്റാൾജിയ തരുന്നതാണ്. അപ്പം നോസ്റ്റാൾജിയ ടു മീ ഈസ് അസോസിയേറ്റഡ് സിന്ത് വേവ്. സിന്ത് വേവ് കേൾക്കുമ്പോഴേ എനിക്ക് അത് അതിൻ്റെ ആ പ്യൂരിറ്റിയിൽ എടുക്കുമ്പോഴേ ഇതൊക്കെ ഭയങ്കര നോസ്റ്റാൾജിയ ഉണ്ട്. അങ്ങനെയാണ് ഈ രണത്തിലൂടെ ഫിക്സിങ് സിന്ത് എന്ന് പറഞ്ഞത്. ഞാൻ എപ്പോഴും ഇപ്പം കഴിയുന്നു എൻ്റെ എനിക്കിഷ്ടമുള്ളൊരു ഗ്രൂവ് ഞാൻ പ്ലേസ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ എല്ലാ ജോണ്ടറിലും എല്ലാ സിനിമയിലും അത് മാച്ച് ചെയ്യണമെന്നില്ല. How do you keep yourself sharp, because അതായത് ഈ കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ you need inspiration, right? You need that break, burn out ആവാണ്ടിരിക്കുക. അത് രാവിലെ ഒരു സൈക്ലിംഗ് റുട്ടീനുണ്ട്, നല്ലൊരു എക്സസൈസ് റുട്ടീനുണ്ട്. അപ്പം ഞാൻ ഹെഡ്ഫോൺസിൽ എൻ്റെ ഒരു ലേറ്റസ്റ്റ് പ്ലേലിസ്റ്റുകളുണ്ട്. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് US നിന്ന്, അവർ സൗണ്ട് ക്ലൗഡിലൊക്കെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. സോ സൗണ്ട് ക്ലൗഡിൽ അവർ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ പറയുന്നതൊക്കെ. പിന്നെ സീരീസോ അല്ലെങ്കിൽ തിരക്കുള്ള സമയത്ത് ഐ മേക്ക് ഷുവർ എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ഹോം തിയേറ്റർ. അവിടെ പോയി പുതിയ സീരീസോ അല്ലെങ്കിൽ പുതിയ സിനിമകൾ കാണുന്നത് എനിക്ക് ഭയങ്കര ത്രില്ല. അല്ല, അതായത് ഞാൻ പറയാം, ഒരു ടൈറ്റ് ഡെഡ് ലൈൻ ഇല്ലാത്ത സിനിമകളൊപ്പം എപ്പോഴും സമയം കിട്ടും. ഐ മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് വൺ മൂവി അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റിലും ഞാൻ കാണും. എന്നിട്ട് പിന്നെ ഒരു 3 ദിവസം കൊണ്ടായിരിക്കും സിനിമ തീർക്കുന്നത്. പക്ഷെ ഞാൻ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. എനിക്ക് നേരത്തെ സൂചിപ്പിച്ചോളൂ, ഈ ഫോക്ലോറിനെ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, റൂട്ട് സീരീസ് എന്ന് പറഞ്ഞത്. ലൈക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാത്ത ഫോക്ലോർ ജോൺറസ് ഒന്ന് ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ്, അങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്ഷനിൽ ഇപ്പോൾ അടുത്തൊരു കുമാരിയായിരുന്നു ഫസ്റ്റ് ചെയ്തത്, വേറൊരു സിനിമ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ, എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ഇപ്പം നഞ്ചമ്മയെ പറ്റി ഒരു പാട്ട് നിങ്ങൾ കേട്ടു, പക്ഷേ ആ പാട്ടിന് പുറകിലൊരു കഥ ഉണ്ടാവുമല്ലോ. ആ കഥ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു സൗണ്ട് ട്രിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ പരിപാടിയില്ലേ, അങ്ങനെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ആ എക്സ്പ്ലോറേഷൻ്റെ കൾമിനേഷനിൽ ഒരു പാട്ട് ടുഗെദർ നമ്മൾ രൂപപ്പെടുത്തുന്ന പോലത്തെ ഒരു സീരീസ്. ഫസ്റ്റ് വിൽ ബി ഇറ്റ് വിൽ ബി അട്ടപ്പാടി, അല്ലെങ്കിൽ നമ്മൾ മലപ്പുറത്തുള്ള കുറച്ച് സിംഗേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, വയനാട്ടിലുള്ള കുറച്ച് പേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം മ്യൂസിക്കൽ ഡോക്യുമെന്റ് അത് തുടങ്ങി, അതിൻ്റെ പ്രോസസ്സ് തുടങ്ങി. പക്ഷേ എൻ്റെ ഈ കൊത്തയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അതിലൂടെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ടിരിക്കും.
കുറേ ആക്ച്വലി ഓരോ എപ്പിസോഡും ഓരോ ഡയറക്ടേഴ്സാണ് അത് ചെയ്യുന്നത്. നമ്മളിപ്പം ഡിജോ ഒരു എപ്പിസോഡ് ചെയ്യും, നിർമ്മൽ ഒരു എപ്പിസോഡ് ചെയ്യും, അങ്ങനെ ജയൻ നമ്പ്യാർ ഒരെണ്ണം ചെയ്യുന്നുണ്ട്, രത്തീന ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ലൈക്ക് എവറി വൺ ഓഫ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിനെല്ലാം ഞാൻ ഓരോ എപ്പിസോഡുകൾ ഹാൻഡിൽ ചെയ്തിട്ട് അങ്ങനെ റൂട്ട് സീരീസ്